എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങ ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുനാരങ്ങയൊക്കെ അത് ഏകദേശം ഈ ഒരു വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പലതരം വലുപ്പത്തിലാണ് ഉള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കുഞ്ഞന്മാരുണ്ട്, ഇവിടെ അത്യാവശ്യം വലുപ്പമായതുണ്ട്, ഇവിടെയൊക്കെ നാരങ്ങ ഉണ്ട്. പിന്നെ ഈ നാരങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓൾ സീസണാണ് ഈ നാരങ്ങ കേട്ടോ. എപ്പോഴും കായ ഉണ്ടാവും. സാധാരണ നമ്മുടെ നാടൻ നാരങ്ങ തന്നെയാണ്, അല്ലാതെ പിന്നെന്താ പറയുക ഹൈബ്രിഡോ അങ്ങനെയൊന്നുമല്ല, സാധാ നാടൻ നാരങ്ങയാണ്. പക്ഷെ ഇതുമ്മ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ നാരങ്ങയുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ കായ ആയി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഈ കായ ആയതിന് തന്നെ ഇവിടെയൊക്കെ കായ ഉണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി കായ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംമാതിരി പറഞ്ഞാൽ ഇഷ്ടംമാതിരി. ഇപ്പോൾ ഇവിടെയൊക്കെ അത് പൂക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ പൂ കണ്ടില്ലേ? അവിടെ മാത്രമൊന്നുമല്ല, ഇതുണ്ട് നിങ്ങൾ, ഇവിടെയൊക്കെ നല്ല പൂവുണ്ടായിട്ടുണ്ട്. നാരങ്ങ ഒരുപാടുണ്ട്, എല്ലായിടത്തും നല്ല നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുനാരങ്ങയാണ്, നാടനാണ്. ഇപ്പോൾ അടുത്തുണ്ട് ഉണ്ടായിട്ട് കായ ഉണ്ടായിട്ട് നമ്മൾ പറിച്ച് അച്ചാറൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിന് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ പൂത്തിക്ക് നോക്കിയാൽ നിങ്ങൾ കണ്ടില്ലേ, കാണുന്നുണ്ടോ? ഇവിടെയൊക്കെ പൂവും കായ, അവിടെയൊക്കെ കണ്ട പൂവ് മൊത്തം പൂവുണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഒരു തല നമ്മൾ പൂക്കുമ്പത്തിന് ഒരു തല ഇത് കായ്ച്ചും കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ചെറുനാരങ്ങകളുണ്ട്, കണ്ടോ? അതാണ് ഈ ചെറുനാരങ്ങയുടെ പ്രത്യേകത. ഇതധികം വലിയ മരമൊന്നുമല്ല, കണ്ടില്ലേ? ചെറുനാരങ്ങ ഇതാണ് ചെറുനാരങ്ങയുടെ അടി, കണ്ടില്ലേ? ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് നാരങ്ങ. അതാണ് നമ്മുടെ ചെറുനാരങ്ങയുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നീളമുള്ള സൈസ് വയലറ്റ് വഴുതനങ്ങയാണ് കേട്ടോ. ഇത് പണ്ട് 4-5 ഇല വന്നപ്പത്തിന് മൊട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല നീളമുള്ള സൈസ് ആ വയലറ്റ് വഴുതനങ്ങയാണ്. ഇത് ഫിലിപ്പൈൻസിൽ നിന്ന് വിത്ത് കൊടുത്തിട്ട് നമ്മൾ നട്ടതാണ്. അപ്പോൾ അതിവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ മസാല ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയിരുന്നല്ലോ, അതൊക്കെ നമ്മൾ വേപ്പില പൊട്ടിച്ചിരുന്നു. അതിൻ്റെ വേപ്പില ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വേപ്പ്, കണ്ടില്ലേ? നമ്മളെ ചൈനീസ് വേപ്പിൻ്റെ മാതിരി ചെറിയ നല്ല ഭംഗിയുള്ള ഇലകളാണ്, കണ്ടില്ലേ? നമ്മൾ ചെറിയൊരു വെള്ളത്തിൻ്റെ കുപ്പിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ അത്തിയുണ്ട്, നമ്മുടെ വെള്ളക്കാന്താരി ഹൈബ്രിഡാണ് കേട്ടോ. 1 വർഷം കഴിഞ്ഞത്, നല്ല ഉണ്ടാവുന്നുണ്ട്, നല്ല പൂവും കായ ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളെ ചെറുനാരങ്ങയുടെയൊക്കെ വിശേഷങ്ങൾ. ഒരുപാടുണ്ടായിട്ടുണ്ട്. നല്ല നീരുള്ള നാരങ്ങയാണ്, കുഞ്ഞൻ നാരങ്ങ അവിടെ കണ്ടില്ലേ? പിന്നെ നമ്മുടെ പുറത്ത് നമ്മുടെ ഉരുളൻകിഴങ്ങ് അത്യാവശ്യം ചെറിയ ഏകദേശം ഇത്രയൊക്കെ വലിപ്പത്തിൽ ഉരുളൻകിഴങ്ങ് ആയിട്ടുണ്ട് നമ്മളെ പുറത്ത്. ഞാൻ പുതിയൊരു വീഡിയോ, അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. നമ്മൾ അകത്തിച്ചീരയുടെ വിത്തൊക്കെ ഉണങ്ങി വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.